കൊച്ചി 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 ചെറുപ്പം മുതലേ നമ്മൾ വലിയൊരു ഹൈപ്പ് ഇട്ട് കേൾക്കാൻ തുടങ്ങിയ വാക്കാണ് അല്ലേ. എറണാകുളം കൊച്ചി എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമാണ്. നമ്മളിപ്പോൾ കൊച്ചി കൂടെയാണ് നടക്കുന്നത്. ഇവിടെ എറണാകുളം സൗത്ത് ജംഗ്ഷനിൽ റെയിൽവേയിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടക്കാം. വന്ന ഉടനെ തന്നെ ഒരു ഫുഡ് കഴിച്ചു. അൽഹംദുലില്ലാ ഉഷാറായിരുന്നു. നല്ല ദോശയും പൊറാട്ടൊക്കെ ഉണ്ടായിരുന്നു. വേറെ വലിയ കടകളൊന്നും ഇല്ല കേട്ടോ. ആകെ ഒരു സ്ട്രീറ്റ് ഫുഡ് മാത്രമല്ല അവിടെ. ഒരു 3 കട അടുപ്പിച്ചുള്ള. അതിൽ ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. പൊറാട്ടക്കും ദോശക്കൊക്കെ ഏതെടുത്താലും 10, കറി ഫ്രീ ആണ്, അടിപൊളിയാണ്. ഞങ്ങൾ 5 ആൾ വിശാലമായി കഴിച്ചിട്ട് ആകെ എത്ര രൂപയായത്? എത്ര ആയത്? 270 രൂപ ആയിട്ടുള്ളൂ. 5 ആൾ വിശാലമായി ഫുഡ് കഴിച്ചു. അതിൻ്റെ ശേഷം നല്ല എല്ലാവർക്കും ഡബിൾ ഓംപ്ലേറ്റ് കഴിച്ചു. ഇതൊക്കെ കഴിച്ചിട്ട് ആകെ 270 രൂപ ആയിട്ടുള്ളൂ. പിന്നെന്താ, കടകൾ മൊത്തം ക്ലോസ് ആണ്. ഏകദേശം രാത്രി 2 മണി ആയിട്ടുണ്ട്. സാർ എന്താ മേലെ മെട്രോ കാണിച്ചു കൊടുത്തേ ജസ്റ്റ്. ഇതൊക്കെ മെട്രോൻ്റെ അവശിഷ്ടങ്ങളാട്ടോ. അവശിഷ്ടമല്ല, മെട്രോൻ്റെ പാലം. പിന്നെന്താ, അപ്പോൾ ഇതാണ് കൊച്ചി. കാണാത്തോളി കണ്ടോളി. കണ്ടോളൂ കൊച്ചി കണ്ടോളൂ. വേണ്ട. പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ റിക്ഷക്കാരൊക്കെ ഓട്ടോ വേണോ ചോദിക്കുന്നുണ്ട്. ഈ കൊച്ചിയിലത്തെ റിക്ഷക്കാർ ഒരു കാര്യത്തിൽ ഫേമസ് ആണ്. എന്താ അറിയോ, കുറച്ച് ദൂരമുള്ള നമ്മളിങ്ങനെ കറക്കി കൊണ്ടുപോയിട്ട് ഒരുപാട് ബില്ലാക്കി തരും. അതിൽ ഭയങ്കര ഫേമസ്. അവിടെ ഒരുപാട് ഗല്ലികളും ചെറിയ ചെറിയ റൂട്ടുകളും ഉണ്ട്. നമുക്കിതൊന്നും അറിയില്ല ആദ്യമായിട്ട് വരുന്നവർക്ക്. അപ്പോൾ ഈ ഓട്ടോ എടുക്കേണ്ട, പരമാവധി ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ നടക്കാനുള്ള ലൊക്കേഷൻ ഇട്ട് പോയാൽ വളരെ കുറച്ചുണ്ടാവുള്ളൂ. ചിലപ്പം ഓട്ടോയിൽ പോകുമ്പോൾ 4 കിലോമീറ്ററിൽ നടക്കുമ്പോൾ 1 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ നടന്നാൽ മതി. പിന്നെ എന്താ, നടന്നിട്ട് കിതക്കുണ്ട് കുറച്ച്. പിന്നെ ഒരുപാട് കടകൾ കേട്ടോ. ഞാൻ ആലോചിക്കണതല്ല, ഇവിടെ ഇഷ്ടംപോലെ കടകളാണ്. ഓരോ ചെറിയ ഷട്ടർ വരെ ഒരു കട കണ്ടോ. ടൂണ് കണ്ടോ, ഫോൺ ആൻഡ് ആക്സ്. ഇത്രയും കട ഉണ്ടായിട്ട് ഇവൽക്കൊക്കെ പാട് ലാഭം വേണ്ടേ. അപ്പോൾ എത്രത്തോളം അല്ലേ വ്യവസായം നടക്കുന്നുണ്ടാവും ഈ ഒരു സിറ്റിയിൽ. കാരണം ഓരോ ചെറിയ ഷട്ടറും ഓരോന്നും വേറെ വേറെ വ്യത്യസ്ത കടകളാണ്. അപ്പോൾ എത്രത്തോളം ഈ സിറ്റി വലുതാണ്, എത്രത്തോളം വ്യവസായങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഊബർ ഒരുപാടുണ്ട് കേട്ടോ. ഊബർ ഒരുപാട് കാണാൻ കഴിയും. നമ്മൾ 800 മീറ്റർ ഉള്ളൂ. ഊബറിൽ സെർച്ച് ചെയ്താൽ ചിലപ്പം ഭയങ്കര വില കാണിക്കും. അത് ലാഭിക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. ആകെ 800 മീറ്റർ അല്ലേ, അങ്ങോട്ട് നടക്കാമെന്ന് കരുതി. ഇനി ആകെ 500 മീറ്റർ ഉള്ളൂ നമുക്ക് നടക്കാൻ. പിന്നെന്താ, ഇന്ന് രാത്രി ഉറങ്ങിയിട്ട് നാളെ രാവിലെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളതാണ്. എന്തൊക്കെ കാണണം മഫേ? ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് പറഞ്ഞിരിക്കും. വേണ്ട രണ്ടാൾക്കാര് സാധനം അടിച്ചിട്ട് ഓലെ വീഡിയോ എടുക്കാന്. ഇത് വേണോ നാളെ? ഇന്നിവിടെ ഒക്കെ പോണം. കപ്പല്, കടല്, കായല്, ജങ്കാറും ഒക്കെ വേണം. ഇതൊരു ഭയങ്കര രസമാണ് ഈ രാത്രി ഇങ്ങനെ നടക്കുക സിറ്റി. കാരണം പകല് ഭയങ്കര തിരക്കും ബ്ലോക്കും, ഒരു രക്ഷയില്ലാത്ത സിറ്റിയാണ്. രാത്രി ആകുമ്പോൾ ശാന്തമായത് കണ്ടോ. ആകെ കുറച്ച് ശാന്തമായിട്ടില്ല, കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. എന്നാലും പകലിതിൻ്റെ അവസ്ഥ അനങ്ങാൻ പോലും കഴിയാത്ത ഭയങ്കര ഒരു അവസ്ഥയൊക്കെ. രാത്രിയായപ്പോൾ കണ്ടോ ആകെ വിരലിൽ ഉണ്ടാവുന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ രാത്രിയായ കുറേ വേണ്ട വൃത്തികൾ കാണാമെന്ന് പറയപ്പെടാറുണ്ട്. നമ്മളതിമൊക്കെ നോക്കൂല കേട്ടോ. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം. പിന്നെ നല്ല സൗന്ദര്യമുള്ള നല്ല നായ്ക്കളെ കാണാം. നല്ല ഭംഗിയുള്ള. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നമുക്കിനി നേരെ പോകാനുള്ള കേട്ടോ. ഒരുപാട് സത്യം. ഇനി എങ്ങോട്ടാ പോണ്ടെന്ന് അറിയാത്ത ഒരുപാട് ആളുകളെ കാണാം. റൂമൊന്നും ഇല്ലാത്ത. സത്യം. അതായത് നമ്മളിപ്പോൾ ഒരു നല്ല സംസാരിക്കുന്നവര് എല്ലാവരെ കണ്ടാലും കമ്പനി അടിക്കാനുള്ള ഒരു മൂഡും മൈൻഡ് സെറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. ഒരു പക്ഷേ കാണുന്ന എല്ലാവരോടും കൂട്ടുകൂടി. മറ്റേ ഈ ഇൻട്രോവേർട്ട് ഉണ്ടാവില്ലേ, അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. റോഡ് ക്രോസ് ഈ വണ്ടി പോയിട്ട് വരൂ. ഇൻട്രോവേർട്ടൊക്കെ ഭയങ്കര ഒരു പ്രശ്നം കേട്ടോ. ഓർക്ക് എവിടെയെങ്കിലും ചെന്നാൽ പെടും. ആരോടും മുണ്ടാനും വയ്യ, നോക്കാനും വയ്യ. ശരിക്കും ഇൻട്രോവേർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതുള്ളവരൊക്കെ മാറണം. വേണ്ട വൈ വേറെ ഫീല. പക്ഷെ കാര്യങ്ങൾക്ക് സംസാരിക്കണ്ടേ.
ഓക്കെ ഓക്കെ, എന്തായാലും സമ്മതിച്ചു. പിന്നെ കണ്ടോ, റോഡ് സൈഡ് കാണിക്കണ്ട കേട്ടോ, ഒരുപാട് ചേച്ചിമാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്, കാണിക്കണ്ട കണ്ടോ പ്രശ്നമാവും. പിന്നെന്താ